യൂറോപ്പിന്റെ ഹൃദയഭൂമിയിലേക്ക് സഞ്ചാരത്തോടൊപ്പം ഒരു ദീർഘയാത്ര പോകാൻ നിങ്ങൾക്കും അവസരം. സഞ്ചാരമൊരുക്കുന്ന അവിസ്മരണീയ യാത്ര. ഹാർട്ട്ലാൻഡ് യൂറോപ്പ്. യൂറോപ്പിൽ ഒരിക്കലെങ്കിലും പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ആ ഭൂഖണ്ഡത്തിന്റെ പൂർണ്ണമായ സംസ്കാരവും ചരിത്രവും ഭൂമിശാസ്ത്രവും അത്ഭുത നിർമ്മിതികളുമെല്ലാം കണ്ടുമടങ്ങാവുന്ന ഒരു യാത്ര. ആദ്യം ഫ്രാൻസിലെ പാരീസിൽ, അവിടുത്തെ കാഴ്ചകൾക്ക് ശേഷം ബെൽജിയത്തിലേക്ക്, അവിടെ നിന്നും നെതർലാൻഡ്സ്, അടുത്തതായി ജർമ്മനി, പിന്നെ സ്വിറ്റ്സർലൻഡ്, തുടർന്ന് ലിച്ചൻസ്റ്റൈൻ, അവിടെ നിന്നും ഓസ്ട്രിയ, അടുത്തതായി ഇറ്റലി, പിന്നെ സ്ലൊവേനിയ, തുടർന്ന് വത്തിക്കാൻ സിറ്റി. ഇത് ലോകാത്ഭുതങ്ങളിലേക്കുള്ള യാത്ര കൂടിയാണ്. പാരീസിലെ ഈഫൽ ടവർ, ബ്രസൽസിലെ അറ്റോമിയം, സ്വിറ്റ്സർലൻഡിൽ ആൽപ്സിലെ കൊടുമുടിയിലേക്കുള്ള കേബിൾ കാർ യാത്ര, റോമിലെ കൊളോസിയം, പിസയിലെ ചെരിഞ്ഞ ഗോപുരം, ജർമ്മനിയിലെ ബ്ലാക്ക് ഫോറസ്റ്റ്, മാർപ്പാപ്പയുടെ ആസ്ഥാനമായ സെന്റ് പീറ്റേഴ്സ് ബസിലിക്ക. യൂറോപ്പിന്റെ ഹൃദയഭൂമിയിലെ സുപ്രധാനമായ എല്ലാ രാജ്യങ്ങളും കണ്ടുകൊണ്ട് 13 ദിവസം നീളുന്ന യാത്ര. ജീവിതത്തിൽ ഏറ്റവും അവിസ്മരണീയമായിരിക്കും നിങ്ങൾക്ക് ഈ സഞ്ചാരം. ബുക്കിംഗിനും കൂടുതൽ വിവരങ്ങൾക്കും ഉടൻ വിളിക്കുക. ഫോൺ 7591966000. സന്ദർശിക്കൂ sanjaram.com. ആകാശത്ത് ഒരു ദൈവമുണ്ട്, പക്ഷേ ഭൂമിയിൽ നിങ്ങളുടെ ദൈവം ഞാനായിരിക്കും. ഡേവിഡ് ബാരി എന്ന ലോകം കണ്ടിട്ടുള്ള ഏറ്റവും ക്രൂരനായ ഒരു മനുഷ്യൻ്റെ വാക്കുകളായത്. ഇയാൾ ഒരു ജയിലറായിരുന്നു. ആൻഡമാൻ നിക്കോബാർ ദ്വീപിലെ പോർട്ട് ബ്ലെയറിലെ സെല്ലുലാർ ജയിലിൻ്റെ മേധാവിയായിരുന്നു ദീർഘകാല അയാൾ. ആ കാലഘട്ടത്തിൽ ആ തടവറയിൽ കഴിഞ്ഞ ആളുകളുടെ എല്ലാം പേടി സ്വപ്നം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായും മറ്റ് ശിക്ഷാവിധികളുടെ ഭാഗമായും ആൻഡമാനിലേക്ക് നാട് കടത്തപ്പെട്ട, അവിടെ സെല്ലുലാർ ജയിലിൽ താമസിപ്പിക്കപ്പെട്ട ആയിരക്കണക്കിന് തടവുകാരെ ക്രൂരമായി ശിക്ഷിച്ച, നൂറുകണക്കിന് ആളുകളെ ഈ ഭൂമുഖത്ത് നിന്ന് ഇല്ലാതാക്കി കളഞ്ഞ ഒരതിക്രൂരനായ ജയിലറുടെ പേരാണ് ഡേവിഡ് ബാരി. ഈ തടവുപുള്ളികളൊന്നും ഈ ഭൂമുഖത്ത് ജീവിച്ചിരിക്കാൻ പോലും അർഹരല്ല എന്ന മട്ടിൽ പെരുമാറിയ മനുഷ്യൻ. ആരോടോ ഉള്ള പ്രതികാരമെല്ലാം തൻ്റെ തടവറയിൽ എത്തിച്ചേർന്ന തടവുപുള്ളികളുടെ മേൽ പ്രയോഗിച്ച് തീർത്ത ഒരു ക്രൂര മനുഷ്യൻ ഡേവിഡ് ബാരി. ഭൂമുഖത്തെ ഏറ്റവും ക്രൂരമായ ശിക്ഷകൾ നടന്നിരുന്ന സ്ഥലം ഹിറ്റ്ലറുടെ കോൺസെൻട്രേഷൻ ക്യാമ്പുകളാണെന്നാണ് നമ്മൾ ചരിത്രത്തിൽ മനസ്സിലാക്കുന്നത്. നിരവധി കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലൂടെ ഞാൻ സഞ്ചരിച്ചിട്ടുണ്ട്. പക്ഷേ കോൺസെൻട്രേഷൻ ക്യാമ്പുകളെ വെല്ലുന്ന ക്രൂരതകൾ അരങ്ങേറിയ ഒരു സ്ഥലമായിരുന്നു ഈ സെല്ലുലാർ ജയിൽ. പക്ഷേ എന്തുകൊണ്ടോ നമ്മുടെ ആളുകൾക്ക്, ഇന്ത്യയിൽ ജീവിക്കുന്ന ആളുകൾക്ക് വളരെ വിദൂരമായൊരു സ്ഥലത്ത് നടന്ന ആ ക്രൂരതയുടെ കഥകൾ അധികം ലഭ്യമായിരുന്നില്ല. അതധികം ഡോക്യുമെൻ്റ് ചെയ്യപ്പെട്ടിട്ടില്ല. കാരണം പുറം ലോകമായിട്ടൊരു ബന്ധവുമില്ലാത്ത ഒരു ദ്വീപിൽ നടന്ന ക്രൂരതകൾ അവിടെ നിന്ന് രക്ഷപ്പെട്ട് പുറത്തിറങ്ങിയ ഏതാനും ആളുകളിൽ നിന്ന് മാത്രമാണ് നമ്മൾ അറിഞ്ഞത്. അവിടെ നിന്ന് രക്ഷപ്പെട്ട ബഹുഭൂരിപക്ഷ ആളുകളും പിന്നീട് ആ ആൻഡമാനിൽ തന്നെ തുടർജീവിതം നയിക്കുകയുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ മെയിൻലാൻഡിലേക്ക് ഈ ക്രൂരതയുടെ കഥകൾ അധികം എത്തിയിട്ടില്ല. ആയിരക്കണക്കിന് തടവുപുള്ളികളെ പാർപ്പിക്കാൻ വേണ്ടി ഏതാണ്ട് 600-ലേറെ സെല്ലുകളുള്ള 7 കൂറ്റൻ ബ്ലോക്കുകളുള്ള വമ്പൻ ഒരു ജയിലായിരുന്നു ഈ സെല്ലുലാർ ജയിൽ. 7 ബ്ലോക്കുകൾ എന്ന് പറഞ്ഞാൽ 3 നില വീതമുള്ള ഒരു വണ്ടിച്ചക്രത്തിൻ്റെ കാലുകൾ, ആരക്കാലുകൾ പോലെ 7 ദിശകളിലേക്ക് 3 നിലയുള്ള ബ്ലോക്കുകളായിട്ട് പണിതിരുന്ന വമ്പൻ ഒരു കെട്ടിട സമുച്ചയം. ആകാശത്ത് നോക്കിയാൽ അന്ന് മനോഹരമായൊരു നിർമ്മിതിയായിരുന്നു അത്. 1896 മുതൽ 1906 വരെയുള്ള 10 വർഷം കൊണ്ട് പണിതതാണ്. ഈ 600-ലേറെ സെല്ലുകളിൽ 3-4 ആളുകൾ വീതം താമസിച്ചിരുന്നു. അത് ഇന്ത്യയിലെ വിവിധ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളിൽ പങ്കെടുത്തവരെയാണ് അങ്ങോട്ട് കൊണ്ടുവന്നുകൊണ്ടിരുന്നത്. കൂടാതെ മറ്റ് ശിക്ഷ കിട്ടിയവരും. അവരെ പാർപ്പിച്ചിരുന്ന ഈ ഇടുങ്ങിയ സെല്ലുകൾ വളരെ ചെറിയ സെല്ലുകളാണ്. ഈ സെല്ലുകളിൽ ഇവർക്ക് മലമൂത്ര വിസർജനം നടത്താൻ ഉള്ള ടോയ്ലറ്റുകളൊന്നും ഉണ്ടായിരുന്നില്ല. പകരം ഓരോ കുടമാണ് കൊടുത്തിരുന്നത്, മൺകുടങ്ങൾ. രാവിലെ 5 മണിക്ക് ഉണരണം. 5 മണിക്ക് ഉണർന്നാൽ ഉടൻ തന്നെ റോൾ കോളാണ്. പുറത്തേക്ക് കൊണ്ടുപോകും. എല്ലാ തടവുകാരെയും പുറത്തേക്ക് കൊണ്ടുവരും.
ആ മുറ്റത്ത് നിരത്തി നിർത്തും, എണ്ണമെടുക്കും, എല്ലാവരും ഉണ്ടെന്ന് ഉറപ്പ് വരുത്തും. ഇല്ലെങ്കിൽ ഒരാളെങ്കിലും മിസ്സിംഗ് ആയെങ്കിൽ അവരുടെ തടവ് മുറിയിൽ താമസിക്കുന്നവർക്ക് കൊടിയ ശിക്ഷയാണ് അടുത്ത ദിവസങ്ങൾ മുഴുവൻ. ഇത് പരസ്യമായ ശിക്ഷകളായിരിക്കും. അതുകൊണ്ട് തന്നെ തുടർന്നങ്ങോട്ട് ഇത്തരം ഒരു സാഹസത്തിന് മുതിരാൻ വേറൊരു തടവ് പുള്ളിക്കും ധൈര്യമുണ്ടാവില്ല. ഈ റോൾ കോൾ കഴിഞ്ഞാൽ പിന്നെ 5:30 ഇവർക്ക് ടോയ്ലറ്റിലേക്ക് പോകാം. 6 തടവ് പുള്ളികൾക്കൊരു ടോയ്ലറ്റ് എന്ന രീതിയിൽ അരമണിക്കൂർ സമയമാണ് അനുവദിക്കുക. അതായത് ഒരു തടവ് പുള്ളിക്ക് 5 മിനിറ്റ്, 5 മിനിറ്റ് കൂടുതൽ ഒരാളും ടോയ്ലറ്റിനകത്ത് ഇരിക്കാൻ പാടില്ല. അത് കഴിഞ്ഞ് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ 6 മണിയാകുമ്പോഴേക്കും ഇവർക്ക് ഭക്ഷണം കിട്ടും, ഒരു കഷ്ണം റൊട്ടിയും ചായയും. ഇത് കഴിച്ചു കഴിഞ്ഞാൽ 6:30 മുതൽ ജോലി ആരംഭിക്കുകയാണ്. എല്ലാ തടവുകാർക്കും ജോലിയുണ്ട്. ചെറിയ ജോലിയല്ല, നല്ല കഠിനമായ ജോലി. ഈ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ മുഴുവൻ അക്കാലത്തും ധാരാളം തെങ്ങുകളുണ്ട്, ലക്ഷക്കണക്കിന് തെങ്ങുകളുണ്ട്. അപ്പോൾ ഈ തടവ് പുള്ളികളിൽ കുറേ ആളുകളെ തേങ്ങ പിരിക്കാൻ കൊണ്ടുപോകും. കർശനമായ നിരീക്ഷണത്തിൽ തോക്കുതരികളായ കാവൽക്കാരുടെ ആമ്പടിയോടെ കൊണ്ടുപോയി രാവിലെ മുതൽ തേങ്ങ പിരിക്കുന്ന ജോലിയാണ്. വേറൊരു കൂട്ടർക്ക് അതിവിടേക്ക് കൊണ്ടുവരുന്ന ജോലിയാണ്. മറ്റൊരു കൂട്ടം ആളുകൾക്ക് ഈ തേങ്ങ പൊതിക്കലാണ് ജോലി. മറ്റൊരു കൂട്ടർ തേങ്ങ ഉണങ്ങുന്ന ജോലിയിലാണ്. വേറെ ഒരു കൂട്ടർ ഇതിൽ നിന്ന് കൊപ്ര എടുത്ത് കൊപ്ര ആട്ടുന്ന ജോലിയിലാണ്, ചക്കാട്ടുന്ന ജോലി. ഇതിനെല്ലാം ഈ തേങ്ങ പൊതിക്കുന്ന ആൾക്ക് ദിവസം ഇത്ര 1000 ദിവസം പൊതിച്ചിരിക്കണമെന്ന് കർശനമായ നിഷ്കർഷയുണ്ട്. ഇങ്ങനെ ജോലി ചെയ്യാൻ പോകുമ്പോഴും ഇവരുടെ കാലുകളിൽ ചങ്ങലയുണ്ടാവും. ചാട്ടവാറുമായിട്ട് ഗാർഡുമാർ കൂടെ ഉണ്ടാവും. ഒരല്പം താളം തെറ്റിയാൽ, അല്പം വേഗത കുറഞ്ഞാൽ പുറത്ത് അടി ഉറപ്പാണ്. നിരവധി ചക്കുകളുണ്ട്. ഈ ചക്കാട്ടുന്നത് മനുഷ്യർ തന്നെയാണ്. കാളയായിരുന്നു പണ്ട് ചക്കാട്ടിയിരുന്നത്. ഇന്ന് മോട്ടോറാണ്, യന്ത്രസഹായത്താലാണ് ചക്കാട്ടുന്നത്. അന്ന് ഈ തടവ് പുള്ളികൾ തന്നെയായിരുന്നു ചക്കിന് ചുറ്റും ഇങ്ങനെ ഈ ചക്ക് വലിച്ചുകൊണ്ട് അതിൻ്റെ ദണ്ടും വലിച്ചുകൊണ്ട് നടന്നുകൊണ്ടിരുന്നത്. ഒരു ദിവസം 14 കിലോയോളം എണ്ണ ആട്ടി കിട്ടിയിരിക്കണം ഒരു ചക്കിൽ നിന്ന്. അത് കിട്ടിയില്ലെങ്കിൽ കർശനമായ ശിക്ഷയാണ്. ശിക്ഷയെന്ന് പറഞ്ഞാൽ ചാട്ടവാറടി മാത്രമല്ല, പിന്നെ രാത്രി മുഴുവൻ ഈ ചക്കാട്ടണം, ആ രാത്രി മുഴുവൻ. വേറൊരു കൂട്ടർക്ക് ഈ ചകിരിയിൽ നിന്ന് കയറുണ്ടാക്കുന്ന ജോലിയായിരുന്നു. അപ്പോൾ ഈ എണ്ണ മുഴുവൻ ഉണ്ടാക്കി മറ്റ് രാജ്യങ്ങളിലേക്ക് വിറ്റിരുന്നു. ഈ ജയിൽ ഇവിടെ നടത്താൻ ആവശ്യമായ ഇവർക്ക് ഭക്ഷണം കൊടുക്കാനും ഉദ്യോഗസ്ഥർക്ക് ശമ്പളം കൊടുക്കാനുമുള്ള പണം മുഴുവൻ ജയിലിൽ ഉണ്ടാക്കിയിരിക്കണം, ജയിലിൽ നിന്ന് ഉണ്ടാക്കിയിരിക്കണം എന്നുള്ളതായിരുന്നു അന്നത്തെ നിയമം. അതിനുവേണ്ടി അതിക്രൂരമായ നടപടികൾ ഇവർ സ്വീകരിച്ചു. അതിഭീകരമായ മർദ്ദനമുറകൾ നടത്തി. ഉച്ചയ്ക്ക് ഒരു 1 മണിയാകുമ്പം ഉച്ചഭക്ഷണത്തിൻ്റെ ഉള്ള ബ്രേക്കാണ്. കുറച്ച് ചോറും വെള്ളം പോലെ ലൂസായ പരിപ്പ് ചാറുമാണ് ഭക്ഷണം. ചില ദിവസങ്ങളിൽ മോരും ഉണ്ടാവും. ഇത് കഴിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഉച്ച കഴിഞ്ഞ് പണി ആരംഭിക്കണം, ബാക്കിയുള്ള പണി തീർക്കണം. 4:30 ആകുമ്പോഴത്തേക്കും ജോലി ഏതാണ്ട് തീരും. അന്നത്തെ ജോലി അവസാനിക്കും. 4:30 ജോലി അവസാനിപ്പിച്ച് അവിടെ നിൽക്കണം. ഗാർഡുകൾ വരും, വന്ന് കണക്കെടുക്കും. ഒരു ദിവസം പൊതിക്കേണ്ട അത്ര തേങ്ങ പൊതിച്ച് തീർന്നോ, ഒരു ദിവസം ആട്ടി കിട്ടേണ്ട അത്ര എണ്ണ ആട്ടി കിട്ടിയോ, ഒരു ദിവസം പിരിച്ച് കയറാക്കേണ്ട അത്ര ചകിരിയിൽ നിന്ന് കയർ ഉൽപ്പാദിപ്പിച്ചോ, കണക്കെടുക്കും. കുറവ് വന്നാൽ ഒന്നാം തരം ശിക്ഷകളാണ്, പല വിധത്തിലുള്ള ശിക്ഷകൾ. ഈ പണി സൂപ്പർവൈസ് ചെയ്തിരുന്നതും ഇവർക്കുള്ള ശിക്ഷ നടപ്പാക്കിയിരുന്നതിനുമൊക്കെ വേണ്ടി കങ്കാണികളെ തിരഞ്ഞെടുത്തിരുന്നു. കങ്കാണികൾ എന്ന് പറയുന്നത് ഇവരോടൊപ്പമുള്ള ജയിൽ പുള്ളികൾ തന്നെയായിരുന്നു. ബ്രിട്ടീഷ് യജമാനന്മാരോട് വിധേയത്വം കാണിച്ച ഈ ഇന്ത്യക്കാരായ തടവ് പുള്ളികളിൽ നിന്ന് തന്നെ ചിലരെ തിരഞ്ഞെടുത്താണ് കങ്കാണികളാക്കിയത്. ഈ കങ്കാണികൾക്ക് ഇവരെ ശിക്ഷിക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നു. വലിയ ലാത്തികൾ കൊണ്ട് കയ്യും കാലിലും തല്ലി ഒടിക്കുക, അതായിരുന്നു ഒരു ശിക്ഷ. മറ്റൊന്ന്, കനലിൽ പഴുപ്പിച്ച ഇരുമ്പ് ദണ്ടുകൊണ്ട് ശരീരം പൊള്ളിക്കുക. വേറെ ഒരു ശിക്ഷ, തല കീഴായിട്ട് കെട്ടിത്തൂക്കിയിടുക മണിക്കൂറുകളോളം. ഇത്ര മണിക്കൂറെന്ന് ശിക്ഷിക്കുമ്പോൾ തന്നെ പ്രഖ്യാപിക്കും, അത്ര സമയം കെട്ടിത്തൂക്കിയിടുക. പിന്നെയും ഉണ്ടായിരുന്നു പലവിധ ശിക്ഷകൾ. തടവുപുള്ളികളുടെ കൈപ്പത്തി നിലത്ത് പതിപ്പിച്ച് വെക്കും. എന്നിട്ട് ആ കനത്ത ബൂട്ടിട്ട് ആ കൈപ്പത്തിയിൽ ചവിട്ടി അരയ്ക്കുക. ഈ ശിക്ഷകൾ പലതും നമ്മൾ ഈ കാലാപാനി എന്ന സിനിമയെ കണ്ടിട്ടുണ്ട്. ആ കാലാപാനിക്ക് വേണ്ടി സ്ക്രിപ്റ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഈ ചരിത്രം പഠിച്ചിട്ടാണ് ടി ദാമോദരൻ ആ കഥകൾ എഴുതുന്നത്. ഈ ശിക്ഷ കിട്ടാത്ത ആളുകൾക്കും തൊഴിലെടുക്കുമ്പോൾ അവരുടെ ശരീരത്തെ പല രീതിയിൽ ബന്ധിച്ചിട്ടാണ് പണിയെടുപ്പിച്ചിരുന്നത്. പലതരം ബന്ധിപ്പിക്കലുകളുണ്ട്.
അതിൻ്റെ ദൃശ്യങ്ങൾ, അതിൻ്റെ പ്രതിമകൾ ആ ജയിലിൽ സൂക്ഷിച്ചിട്ടുണ്ട്. കാലും അരയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചങ്ങലകൾ. ചിലടത്ത് ഈ കാലും അരക്കെട്ടും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് ചങ്ങലയല്ല, ഇരുമ്പ് ദണ്ഡാണ്. ഇരുമ്പ് ദണ്ഡ് അരയിലെ ഒരു വളയത്തിൽ നിന്ന് കാൽപാദത്തിലേക്ക് നീട്ടി കാലിൻ്റെ പാദത്തോട് ചേർന്ന് ബന്ധിച്ച് കഴിയുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്നറിയോ? ഒരാൾക്ക് ഇരിക്കാൻ കഴിയില്ല, നിൽക്കാൻ മാത്രമേ കഴിയൂ. മറ്റൊരു ബന്ധന രീതി എങ്ങനെയാണെന്നറിയോ? കാലുകളെ തമ്മിൽ ഏതാണ്ട് 3/4 മീറ്ററോളം അകറ്റി ഈ കാലുകളെ തമ്മിൽ ബന്ധിപ്പിച്ച് ഒരു വലിയൊരു ബാറിടും. ബാറിൻ്റെ രണ്ടറ്റത്തും വളയമുണ്ടാകും. ഈ വളയത്തിനകത്ത് രണ്ടും കാലിറക്കി വെക്കും. അതായത് ഒരാൾക്ക് കാലടുപ്പിച്ച് നടക്കാൻ കഴിയില്ല, ഇങ്ങനെ കാലകത്തി മാത്രമേ നടക്കാൻ കഴിയുള്ളൂ. ഇങ്ങനെ പല രീതിയിൽ അവരുടെ പെർഫോമൻസിനനുസരിച്ച്, തടവ് പുള്ളികൾ എങ്ങനെ ജോലി ചെയ്യുന്നു എന്നതിനനുസരിച്ച്, തടവ് പുള്ളികൾ ചെയ്യുന്ന ജോലിയിൽ അല്ലെങ്കിൽ അനുസരണത്തിൽ ഒരല്പം കുറവ് വന്നാൽ ഇത്തരത്തിലുള്ള ഈ ബന്ധനത്തിലായിരുന്നു ഇവരെ ഈ തടവറയ്ക്കകത്തും പണിസ്ഥലത്തും എല്ലാം നടത്തിയിരുന്നത്. വൈകുന്നേരം 4:30 പണി തീർന്നു കഴിഞ്ഞാൽ ഈ കങ്കാണികൾ വരും. കങ്കാണികളും ഇടയ്ക്ക് വെള്ളക്കാരായ സൂപ്പർവൈസർമാരും ഗാർഡുമാരും വരും, അളവെടുക്കും. ഇത്തരത്തിൽ അളവെത്താത്തവരെ ശിക്ഷിക്കും. എന്നിട്ട് രാത്രി മുഴുവൻ പണി ഏൽപ്പിക്കും. ബാക്കിയുള്ളവരെ ഇവരുടെ സെല്ലുകളിലേക്ക് കൊണ്ടുപോകും. എണ്ണമെടുത്ത് വീണ്ടും സെല്ലിനകത്ത് കയറ്റുന്നതിന് മുമ്പ് 5:30 ഇവർക്ക് അത്താഴമുണ്ട്. വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റിയിലുള്ള ഭക്ഷണം. ചില ദിവസങ്ങളിൽ നോൺ വെജ് ഉണ്ടാവും. പക്ഷേ രസകരമായ കാര്യം എന്തറിയോ? നല്ല ഭക്ഷണം വരുന്ന ദിവസങ്ങളിലൊന്നും ഈ തടവുകാർക്ക് ആ ഭക്ഷണം കിട്ടാറില്ല. ഈ കങ്കാണിമാർ ഇത് അടിച്ചു മാറ്റും. കങ്കാണിമാരിൽ ഏറ്റവും പ്രമുഖനായ ഒരാളുണ്ടായിരുന്നു, ഒരു പട്ടാങ്കാരനാണ്. മിർസാ ഖാൻ എന്നാണ് അയാളുടെ പേര്. ഈ മിർസാ ഖാൻ ഡേവിഡ് ബാരിയെ പോലെ തന്നെ ക്രൂരതയുടെ ഒരു പ്രതിരൂപമായിരുന്നു. അദ്ദേഹം ഡേവിഡ് ബാരിയേക്കാൾ ക്രൂരനാകാൻ നിരന്തരം പരിശ്രമിച്ചുകൊണ്ടിരുന്നയാളാണ്. തടവുകാരെ നിരന്തരം ക്രൂരമായി ശിക്ഷിച്ചിരുന്ന അയാളൊരു തടവുകാരനൂടെയാണെന്ന് ഓർക്കണം. ഒരു തടവുകാരൻ, അതിക്രൂരതയുടെ ഒരു മനുഷ്യൻ. ഈ മിർസാ ഖാൻ പലപ്പോഴും ഈ തടവ് പുള്ളികൾക്ക് കിട്ടിയിരുന്ന ഭക്ഷണം, നല്ല ഭക്ഷണത്തിൻ്റെ നല്ലൊരു ഭാഗവും ഇയാൾ അടിച്ചു മാറ്റും. ഇയാളൊരു തടിയനായിരുന്നു, നന്നായിട്ട് ഭക്ഷണം കഴിക്കുന്ന ആളായിരുന്നു. പല തടവ് പുള്ളികളുടെയും പിന്നീടുള്ള ജീവചരിത്രത്തിലും അവിടുത്തെ രേഖകളിലും ഇയാളെക്കുറിച്ച് പറയുന്നുണ്ട്. മുറിയിലേക്ക് കൊണ്ടുപോയി പൂട്ടിയിട്ട് കഴിഞ്ഞാൽ, സെല്ലുകളിൽ പൂട്ടിയിട്ട് കഴിഞ്ഞാൽ 3-4 പേരുണ്ടാവും. ഒരു ശബ്ദം പുറത്തു വരാൻ പാടില്ല, തടവ് പുള്ളികൾ തമ്മിൽ സംസാരിക്കാൻ പാടില്ല. ഈ ഒരു തടവ് പുള്ളി ഒരു തടവറയ്ക്കകത്തേക്ക് കയറാൻ ഏതാണ്ട് 3/4 മീറ്ററുള്ള ഇരുമ്പഴികളോട് കൂടി ഒരു വാതിലാണ് ഉണ്ടാവുക. ആ വാതിൽ തുറന്ന് അകത്തേക്ക് കയറിക്കഴിഞ്ഞാൽ പുറത്തുനിന്ന് പൂട്ടും. പൂട്ടിക്കഴിഞ്ഞാൽ ഈ ഓടാമ്പലുണ്ടല്ലോ, പൂട്ടുന്ന ഓടാമ്പൽ ഈ ഭിത്തിക്ക് അകത്തേക്ക് കയറിപ്പോവും. അകത്ത് നിൽക്കുന്ന ഒരാൾക്ക് ഈ ഓടാമ്പലെ തൊടാൻ കഴിയില്ല, അത്ര വളഞ്ഞ് പുറത്താണ് ഈ ഓടാമ്പൽ. എന്നുമാത്രമല്ല, അതിൻ്റെ പൂട്ട് എന്ന് പറയുന്നിടത്തേക്ക് ഏതെങ്കിലും കാരണവശാൽ ഒരു തടവ് പുള്ളിക്ക്, ഈ സെല്ലിനകത്ത് കിടക്കുന്ന ഒരു തടവ് പുള്ളിക്ക് ഈ ലോക്ക് ചെയ്യപ്പെട്ട ഈ സെല്ലിൻ്റെ താക്കോല് കിട്ടിയാൽ പോലും അയാൾക്ക് കൈയെത്തിച്ച് താഴെ തുറക്കാൻ കഴിയാത്ത പോലെ ആണ് നിർമ്മിച്ചിരുന്നത്. അതിശാസ്ത്രീയമായി നിർമ്മിച്ച ഒരു കൂറ്റൻ ജയിൽ കോംപ്ലക്സ്. അമേരിക്കയിലെ അക്കാലത്തെ ജയിൽ സംവിധാനങ്ങളുടെ ആധുനികതയിൽ നിന്ന്, സാങ്കേതികവിദ്യയിൽ നിന്നൊക്കെ ടെക്നോളജി എടുത്തിട്ടാണ് ഈ ജയിൽ പണിയുന്നത്, 1896 പണിയുന്നത്. ഈ ഡേവിഡ് ബാരിക്ക് മറ്റൊരു വിനോദം കൂടി ഉണ്ടായിരുന്നു. ഇയാൾക്കാരെയെങ്കിലും വധിക്കണം, അവനിനി തുടരേണ്ടതില്ല, അയാളുടെ ശത്രു പട്ടികയിൽ പെട്ടു എങ്കിൽ അയാളെ കൊന്നിരിക്കും. ജയിൽ നിയമങ്ങളനുസരിച്ച് ഒരു തടവുപുള്ളിയെ വിചാരണയ്ക്ക് ശേഷം കോടതി ഉത്തരവില്ലാതെ വധിക്കാൻ വകുപ്പില്ല. പക്ഷേ ഇയാൾക്കൊരു വകുപ്പുണ്ടായിരുന്നു. തടവ് ചാടാൻ ശ്രമിച്ചാൽ വെടിവെച്ച് കൊല്ലാം. ഇയാൾ തടവ് ചാടാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കും ഇങ്ങനെയുള്ള ആളുകൾക്ക്. എന്നിട്ട് കാവൽക്കാരെ നിർത്തും. ഈ തടവ് പുള്ളിയെ കിട്ടുന്ന ഒരവസരത്തിൽ ഇവർ വെടിവെച്ച് കൊല്ലും. എന്നിട്ട് തടവ് ചാടാൻ ശ്രമിച്ചയാൾ എന്ന ലിസ്റ്റിൽപ്പെടുത്തി ഇയാളുടെ ശരീരം മറവ് ചെയ്യും. അങ്ങനെ ആ ചാപ്റ്റർ അവിടെ ക്ലോസ് ചെയ്യും. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ആളുകൾ കൂടി ഉണ്ടായിട്ടുണ്ട്. 100-200 ആളുകളെ രേഖകൾ പ്രകാരം തൂക്കിക്കൊന്നിട്ടുണ്ട് ഈ ജയിലിൽ. അത് എത്ര കൃത്യതയുള്ളതാണെന്ന് നമുക്കറിയില്ല. അതിൽ പെടാത്ത എത്രയോ 1000 ആളുകൾ അവിടെ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഈ ക്രൂരമായ പീഡനങ്ങൾ അനുഭവിച്ച്. അവിടെ ഒരു ബ്ലോക്ക് മുഴുവൻ ഏകാന്ത തടവറകളായിരുന്നു. ഈ ഏകാന്ത തടവറകൾ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവരെ താമസിപ്പിക്കുന്നതാണ്. അവിടെ ഒരൊറ്റയ്ക്കായിരിക്കും ഒരു സെല്ലിൽ, ഒരാളും അങ്ങോട്ട് പോവില്ല, ഭക്ഷണം മാത്രം സെല്ലിലേക്ക് ചെല്ലും. ഏകാന്ത തടവറയിൽ ചിലർ നിരാഹാരം കിടക്കും. ചിലർ ഇവിടുത്തെ ശിക്ഷാവിധികളിൽ ഇവരുടെ നീതി നിർവഹണ രീതിയിലെ അന്യായത്തിലൊക്കെ പ്രതിഷേധിച്ച് ഇവർ നിരാഹാരം കിടക്കും. നിരാഹാരം കിടക്കുന്നവരെയും നേരിടാൻ ഡേവിഡ് ബാരിക്കൊരു സിസ്റ്റം ഉണ്ടായിരുന്നു. ഡേവിഡ് ബാരി ഒരു കുഴലും ചോർപ്പും കൊണ്ട് വന്ന് തടവുപുള്ളിയുടെ വാ നിർബന്ധമായി തുറന്ന് വായിലേക്ക് ആ കുഴൽ കടത്തി മുകളിലേക്ക് ചോർപ്പ് വെച്ച് പാലോ
കഞ്ഞിയോ ഒഴിച്ചു കൊടുത്തുകൊണ്ടിരുന്നു. ഇങ്ങനെ ഒഴിക്കുമ്പോൾ ഇത് ശ്വാസകോശത്തിൽ പോയി മരിച്ച നിരവധി തടവുള്ളികളുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം, ഈ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ നൂറുകണക്കിന് ആയിരക്കണക്കിന് മനുഷ്യർ അനുഭവിച്ച ഈ യാതന എന്താണെന്ന് കേരളത്തിലിരുന്ന ആധുനിക കാലത്ത് നമ്മൾ പ്രസ്താവനകൾ നടത്തുമ്പോഴും സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ ഈ സെല്ലുലാർ ജയിലിൻ്റെ ഫോട്ടോ കണ്ടിങ്ങനെ തോണ്ടി വിടുമ്പോഴും പലപ്പോഴും നമ്മൾ അറിയില്ല. ഈ സെല്ലുലാർ ജയിലിലേക്ക് ഞാൻ പോകുന്നത് സ്റ്റീഫൻ കോശിയോടും നമ്മുടെ ഡ്രൈവറോടും ഒപ്പമാണ്. ഞങ്ങൾ ചെല്ലുമ്പോൾ ജയിലിൻ്റെ അഡ്മിനിസ്ട്രേഷൻ ബിൽഡിങ്ങിൻ്റെ മുമ്പിൽ കൊണ്ടുപോയി കാർ നിർത്തുന്നു. സ്റ്റീഫൻ കോശി പലതവണ ഇവിടെ വന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ അകത്ത് വരുന്നില്ല, നിങ്ങൾക്ക് എത്ര സമയം വേണ്ടി വരും? ഞാൻ പറഞ്ഞു, എനിക്കൊരു 2 മണിക്കൂറെങ്കിലും വേണം. ഒരു കാര്യം ചെയ്യുക, 2 മണിക്കൂറാവുമ്പോൾ ഞാൻ പുറത്ത് വരാം, വന്നു കഴിയുമ്പോൾ ഞാനൊന്ന് വിളിച്ചേക്കാം എന്ന് പറഞ്ഞു. അത് മതി. അങ്ങനെ അവർ പോയി. ഞാൻ അകത്തേക്ക് കയറി ചെന്നു, ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം കയറി ചെല്ലുന്നത് ഒരു അഡ്മിനിസ്ട്രേഷൻ ബ്ലോക്കാണ്. അത് ഈ 7 വിങ്ങുകളുമായിട്ട് ഒരു ബന്ധമുള്ളതല്ല, അതിന് പുറത്തായിട്ടാണ്. അതിന്ന് പഴമയുടെ ഫീല് നമുക്ക് നഷ്ടപ്പെടുന്ന രീതിയിൽ അതിനെ പെയിൻ്റ് അടിച്ചിട്ടുണ്ടെന്ന് ഒഴിച്ചാൽ ഭംഗിയായി സംരക്ഷിച്ചിട്ടുണ്ട്. അതിനകം ഇന്ന് മ്യൂസിയമാണ്. അവിടുത്തെ തടവുപുള്ളികൾ ധരിച്ചിരുന്ന വസ്ത്രം മുതൽ, അവരെ ശിക്ഷിക്കാൻ ഉപയോഗിച്ചിരുന്ന ആയുധങ്ങൾ മുതൽ, അവരെ ചങ്ങലക്കിട്ടിരുന്ന ചങ്ങലകളും തൂക്കുകയറും എല്ലാ അന്നത്തെ ജീവിതത്തിൻ്റെ ക്രൂരതകളും അവരനുഭവിച്ച യാതനകളും ഒക്കെ വെളിവാക്കുന്ന നിരവധി വസ്തുക്കളും ഫോട്ടോകളും ഒക്കെയാണ് പ്രദർശിപ്പിച്ചിരിക്കുന്നത്. അത് കണ്ടിട്ട് നമ്മൾ അകത്തേക്ക് പോകുമ്പോൾ തന്നെ നമ്മുടെ മനസ്സൊന്ന് വിങ്ങും. അതെല്ലാം കണ്ട് ഞാൻ അഡ്മിനിസ്ട്രേഷൻ ബിൽഡിങ്ങിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. അതായത് പുറത്തേക്കല്ല, അകത്തേക്ക് ഇറങ്ങി. അവിടെ ഒരു വലിയ മുറ്റത്തേക്കാണ് ചെല്ലുന്നത്. ഈ മുറ്റങ്ങളെല്ലാം ഒരു ത്രികോണാകൃതിയിലാണ്. കാരണം നമുക്കറിയാമല്ലോ, ഈ ആരക്കാലുകൾ പോലെ ഇങ്ങനെ 7 എണ്ണം നിൽക്കുമ്പോൾ അത് തമ്മിൽ ഇങ്ങനെയാണ് ജോയിൻ ചെയ്യുക, ഇങ്ങനെ. അപ്പം നടുക്കൊരു ത്രികോണാകൃതിയിലാണ്. നമ്മൾ ഇറങ്ങിച്ചെല്ലുന്നത് തെക്കേ ബ്ലോക്കിൻ്റെയും പടിഞ്ഞാറേ ബ്ലോക്കിൻ്റെയും കൂടെ നടുക്കോട്ടാണ്. അപ്പോൾ തെക്കേ ബ്ലോക്കിൻ്റെ മുൻഭാഗവും പടിഞ്ഞാറേ ബ്ലോക്കിൻ്റെ പിൻഭാഗവും നമ്മൾ കാണുന്നത്. എല്ലാ കെട്ടിടവും ഒരു ദിശയിലേക്കായിരിക്കും അതിൻ്റെ മുൻഭാഗം. പുറകു ഭാഗം അടച്ചു കെട്ടിയതാണ്. അതായത് ഒരു ബ്ലോക്കിലെ തടവ് പുള്ളികൾക്ക് മുൻപോട്ട് നോക്കിയാൽ അടുത്ത ബ്ലോക്കിൻ്റെ പിൻഭാഗമേ കാണുള്ളൂ. അവിടെ ജനലുകളോ വാതിലുകളോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അവിടുത്തെ തടവ് പുള്ളികളുമായിട്ട് സംസാരിക്കാൻ പറ്റില്ല, കമ്മ്യൂണിക്കേഷൻ പറ്റില്ല. ഇത്തരത്തിലുള്ള ഓരോ ബ്ലോക്കും 3 നിലകളിലാണ്. 3 നിലകളിൽ കൂട്ടാത്തതിൻ്റെ കാരണം ഇത് പണിയുന്ന കാലത്ത് പോലും ഇവിടെ ഒരു ഭൂകമ്പ സാധ്യത ഈ വെള്ളക്കാർ കണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ അതിൽ കൂടുതൽ ഉയരത്തിൽ പണിതാൽ ഇത് ഭൂകമ്പത്തിൽ തകരാനുള്ള സാധ്യതയുള്ളത് കൊണ്ട് തന്നെ 3 നിലകളിലായിട്ടാണ് ഉള്ളത്. ഇവിടെ തന്നെയുള്ള വൈപ്പർ ദ്വീപായിരുന്നു ആദ്യകാലത്തെ തടവറകൾ ഉണ്ടായിരുന്ന സ്ഥലം. അവിടെ നിന്ന് തൊഴിലാളികളെ, തടവ് പുള്ളികളിൽ നിന്ന് കെട്ടിടം പണിയുടെ സ്കില്ലുള്ള, പരിചയമുള്ള, അല്ലെങ്കിൽ അതിന് പറ്റുന്ന ആളുകളെ ആർക്കിടെക്റ്റുമാരും എഞ്ചിനീയർമാരും തിരഞ്ഞുപിടിച്ച് കണ്ടെത്തി. എന്നിട്ട് അവരെ കൊണ്ടാണ് ഈ സെല്ലുലാർ ജയിൽ പണിയിരിക്കുന്നത്. അതായത് ഈ സെല്ലുലാർ ജയിൽ പണിയുമ്പോഴും ഈ വൈപ്പർ ദ്വീപിൽ തടവറകളുണ്ട്, തടവ് പുള്ളികളുണ്ട്. 1000ഓളം തടവ് പുള്ളികൾ നിരന്തരം ഇവിടെ പണിക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ടിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഇത് പണിയാനാവശ്യമായ ചുടുകട്ട മുഴുവൻ നിർമ്മിച്ചത് ബർമയിലാണ്. ബർമയിലുണ്ടായിരുന്ന ബ്രിട്ടീഷ് തടവ് പുള്ളികളെ കൊണ്ട് നിർമ്മിച്ച് കപ്പലിൽ കൊണ്ടുവന്ന് ഇന്ത്യൻ തടവ് പുള്ളികളെ കൊണ്ട് ഇതിറക്കി പണിയിച്ചെടുക്കുകയായിരുന്നു. ഏതാണ്ട് 10 കൊല്ലം എടുത്തു ഈ പണി തീരാൻ. സത്യത്തിൽ ഇതിൻ്റെ ഒരു ആർക്കിടെക്ചറൽ രീതി നോക്കിയാൽ ഒരു ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരു കൺസ്ട്രക്ഷനാണ്, അതിമനോഹരമായ കൺസ്ട്രക്ഷനാണ്. അതിൻ്റെ പൂർണ്ണതയോടുകൂടിയുള്ള ചില മോഡലുകൾ വെച്ചിട്ടുണ്ട്. ഇന്നത് ആ 7 വിങ്ങുകളുമായിട്ട് പൂർണ്ണതയിൽ നിന്നിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു ലോകത്തിലെ തന്നെ ഏറ്റവും ഗംഭീരമായ ഒരു ചരിത്ര സ്മാരകമായിട്ട് അത് മാറിയേനെ. പക്ഷേ പിന്നീട് 1942-43 കാലത്തൊക്കെ ഉണ്ടായ ഭൂകമ്പത്തിൽ ഈ 7 വിങ്ങുകളിൽ 4 എണ്ണവും തകരുക ചെയ്തത്. പൂർണ്ണമായിട്ടും തകർന്നില്ല, പക്ഷേ പിന്നീട് അത് ബ്രിട്ടീഷുകാരത് പൊളിച്ചു കളഞ്ഞു. നമ്മൾ കയറി ചെല്ലുന്നത് ഞാൻ പറഞ്ഞല്ലോ ഈ തെക്കേ ബ്ലോക്കിൻ്റെയും പടിഞ്ഞാറേ ബ്ലോക്കിൻ്റെയും കൂടെ ഇടയ്ക്കുള്ള ആ മുറ്റത്തേക്കാണ്. ഈ ബ്ലോക്കുകളെല്ലാം ചെന്ന് കൂടുന്നത്, ഞാൻ പറഞ്ഞല്ലോ ആരക്കാല് പോലെ ചെന്ന് കൂടുന്നതിൻ്റെ മധ്യഭാഗം എന്ന് പറയുന്നത് ഒരു ഗോപുരം, ഒരു ടവറാണ്. അത് 4 നിലയുള്ള ടവറാണ്. ഈ ഓരോ ബ്ലോക്കിൽ നിന്നും നിങ്ങൾക്ക് നേരെ മുമ്പോട്ടിറക്കാൻ കഴിയില്ല. ആ വരാന്തയിലൂടെ നടന്ന് ഈ ഗോപുരത്തിൽ നിന്ന് ഒരു 10 അടി 15 അടി അകന്നാണ് ഈ ഓരോ കെട്ടിടവും നിൽക്കുന്നത്. ഈ ഗോപുരത്തിലേക്ക് എല്ലാ ബ്ലോക്കിൽ നിന്നും എല്ലാ നിലയിൽ നിന്നും ഒരു പാലമുണ്ട്. ഈ പാലത്തിലൂടെ ഈ ഗോപുരത്തിലേക്ക് കയറി ഗോപുരത്തിനകത്തെ ഗോവണി ഇറങ്ങി വേണം താഴേക്ക് ഇറങ്ങാൻ. അതായത് ഈ 7 ബ്ലോക്കിലും താമസിക്കുന്ന ഒരാൾക്കെങ്കിലും പുറത്തിറങ്ങണമെങ്കിൽ ഈ അവർ താമസിക്കുന്ന സെല്ലിൽ നിന്ന് പുറത്തിറങ്ങി ആ ബ്ലോക്കിൻ്റെ വരാന്തയിലൂടെ നടന്ന് ഈ ഒരു പാലം കടന്ന് ഈ ടവറിൽ കയറി ടവറിൻ്റെ ഗോവണി വഴിയേ താഴേക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ. രാത്രിയായി കഴിഞ്ഞാൽ ഈ ടവറിലേക്കുള്ള ഈ എല്ലാ ബ്ലോക്കിൽ നിന്നുള്ള ഗോവണികൾ ഇവരെടുത്ത് മാറ്റും, ഉയർത്തി വെക്കും. അതായത് പിന്നെ അങ്ങോട്ട് കടക്കാനേ പറ്റില്ല, ആളുകൾക്ക് ഈ ടവറിലേക്ക് കയറാൻ പറ്റില്ല. അങ്ങനെയായിരുന്നു അവിടുത്തെ സിസ്റ്റം. അപ്പോൾ ഈ ടവറിൻ്റെ മുകളിൽ
ഏത് സമയത്തും കാവൽക്കാരുണ്ടാവും. ആ 4 നിലയുള്ള ടവറിൻ്റെ മുകളിൽ നിന്ന് കഴിഞ്ഞാൽ ഈ 7 ബ്ലോക്കുകളും അവയ്ക്കിടയിലുള്ള മുറ്റങ്ങളും അതിനകത്ത് നടക്കുന്ന എല്ലാ ചലനങ്ങളും നിരീക്ഷിക്കാൻ പറ്റും. വളരെ സിസ്റ്റമാറ്റിക്കായി ശാസ്ത്രീയമായി CCTV ക്യാമറകളൊന്നും ഇല്ലാത്തൊരു കാലത്ത് ഒരൊറ്റ കാവൽക്കാരന് പോലും ഈ 7 ബ്ലോക്കിലെയും സർവ്വചലനങ്ങളും കാണാവുന്ന രീതിയിലായിരുന്നു ഇതിൻ്റെ ആർക്കിടെക്ചറൽ ശൈലി. ഇവിടേക്ക് ഒരു തടവ് പുള്ളിയെ കൊണ്ടുവന്നാൽ ആദ്യം തന്നെ ഈ തടവ് പുള്ളിക്ക് ദേഹപരിശോധനയുണ്ട്. ദേഹപരിശോധന എന്ന് പറഞ്ഞാൽ ആയുധങ്ങളോ തീപ്പെട്ടിയോ ബീഡിയോ ഇങ്ങനെ എന്ത് സാധനമെങ്കിലും അകത്തുണ്ടെങ്കിൽ അതെല്ലാം മാറ്റുന്ന, ശരീരമാകെ പരിശോധിക്കുന്ന, വിവസ്ത്രരാക്കി പരിശോധിക്കുന്ന ഒരു ചടങ്ങ്. അത് കഴിഞ്ഞ് കുറച്ച് മർദ്ദനം കിട്ടും. ഈ മർദ്ദനവും കഴിഞ്ഞ് ഇവരുടെ കഴുത്തിൽ ഒരു വളയം ഘടിപ്പിക്കും. ഒരു പെർമനൻ്റായ ഒരു വളയമാണ്. ഒരു കാരണവശാലും കഴുത്തിലൂടെ ഊരിയെടുക്കാൻ കഴിയാത്തത്ര ഒരു വളയം. ഈ വളയത്തിൽ ഒരു തകിടുണ്ട്. ഈ തകിടിൽ ഇവരുടെ പേരും ഇവരുടെ ശിക്ഷയും ശിക്ഷാകാലാവധിയും ഇവരുടെ നമ്പരും ഒക്കെ എഴുതിയിട്ടുണ്ടാകും. അതായത് ഇവർ ഈ ജയിലറയിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടിയാലും ഈ കഴുത്തിലെ വളയം മുറിച്ച് കളയണമെങ്കിൽ കുറച്ച് കഷ്ടപ്പെടും. ഈ വളയത്തിനകത്ത ഈ തകിടിൽ നിന്ന് ഇവനെ ജയിൽ പുള്ളിയാണെന്നും ഇത്ര കാലത്തേക്ക് ശിക്ഷിക്കപ്പെട്ടയാളാണെന്നും അവൻ്റെ പേര് ഇതാണെന്നും ആർക്കും കണ്ടുപിടിക്കാൻ പറ്റുമായിരുന്നു. അതിനു വേണ്ടിയിട്ടാണ് പെർമനൻ്റായിട്ടൊരു വളയം ഇട്ടുക കഴുത്തിൽ, ഒരു ഉരുക്ക് വളയം. പിന്നീട് ഇവർക്ക് കൊടുക്കുന്ന വസ്ത്രം ചണം കൊണ്ട് നെയ്തെടുത്ത വസ്ത്രമാണ്. ഞാൻ തെക്കേ ബ്ലോക്കിൻ്റെ 3-ാം നിലയിലേക്ക് ആദ്യം കയറി. ഈ 3-ാം നിലയിലേക്ക് കയറി ചെന്ന് കഴിഞ്ഞാൽ ആ 3-ാം നിലയുടെ അങ്ങേയറ്റത്ത് പാലം കടന്ന് ബ്ലോക്കിലേക്ക് കയറി അങ്ങേയറ്റത്തേക്ക് നമുക്ക് നടക്കാം. നടക്കുമ്പോൾ ഓരോ സെല്ലും കടന്നാണ് നമ്മൾ കടന്നു പോകുന്നത്. ഒരു സെല്ലിലേക്ക് കയറാൻ ഞാൻ പറഞ്ഞല്ലോ ഏതാണ്ട് ഒരു 3/4 മീറ്റർ മാത്രം വീതിയുള്ള ഇരുമ്പഴികളുടെ, കനത്ത ഇരുമ്പഴികളുടെ ഒരു വാതിൽ. ഒരു തടവ് പുള്ളിയുടെ മാനസികാവസ്ഥ എന്തെന്നറിയാൻ ഞാനും ഈ സെല്ലിനകത്തേക്ക് കയറി വാതിൽ ചാരിയിട്ടു. എന്നിട്ട് അകത്ത് കുറച്ച് നേരം ഇരുന്നു. അപ്പോൾ എനിക്ക് കാണാൻ കഴിയുന്നത് ആ മുന്നിലെ ബ്ലോക്കിൻ്റെ പിൻഭാഗം കാണാം. ഒരു 3/4 മീറ്ററെങ്കിലും കനമുള്ള ഭിത്തികളാണ്. അതുകൊണ്ട് തന്നെ അത് മാന്തിപ്പൊളിച്ച് പുറത്തിറങ്ങൽ എന്ന് പറയുന്നത് അസാധ്യമാണ്. ഈ സെല്ലുലാർ ജയിൽ ഇരിക്കുന്നത് തന്നെ ഒരു കടലിൻ്റെ തിട്ടയുടെ മുകളിലാണ്. ഇതിൻ്റെ ഒരു അതിര് കടലാണ്. ഇവിടെ നിന്ന് ഏതെങ്കിലും തരത്തിൽ രക്ഷപ്പെടാം എന്ന് വിചാരിച്ച് പുറത്തേക്ക് ചാടുന്ന ഒരാൾ കടലിലേക്ക് ചാടുകയല്ലാതെ മാർഗ്ഗമില്ല. ആ കടലിൽ ചാടി നീന്തി രക്ഷപ്പെട്ടവരൊന്നും അധിക ദൂരം നീന്തിയിട്ടും ഉണ്ടാവാൻ വഴിയില്ല. ഈ സെല്ലുകൾ കടന്ന് നമ്മൾ വീണ്ടും മുന്നോട്ട് പോയി ഇതിൻ്റെ ഏറ്റവും അങ്ങേയറ്റത്തെ ഒരു സെല്ലിലേക്ക് ചെല്ലും. അതേറെ ചരിത്രമുള്ളൊരു സെല്ലാണ്. ആ മുറിയിലാണ് നമ്മളൊക്കെ കേട്ടിട്ടുള്ള വീർ സവർക്കർ എന്ന വിനായക് ദാമോദർ സവർക്കറെ പാർപ്പിച്ചിരുന്നത്. സവർക്കർ ഇന്നും പല ചർച്ചകളിലും, പല ചാനൽ ചർച്ചകളിലും, സോഷ്യൽ മീഡിയയിലും ഒക്കെ ദിവസവും കേരളത്തിൽ പോലും പരാമർശിക്കപ്പെടുന്നൊരു പേരാണല്ലോ. അദ്ദേഹം ഈ തടവറയിൽ 10 വർഷം വസിച്ചിരുന്നു. 1911 ജൂലൈയിലാണ് വീർ സവർക്കറെ ഇവിടേക്ക് കൊണ്ടുവരുന്നത്. 1921 വരെ അദ്ദേഹം ഈ ജയിലിൽ താമസിച്ചു. ഇദ്ദേഹം ഒരു അഭിഭാഷകനായിരുന്നു. കൂടാതെ കവിയും എഴുത്തുകാരനും രാഷ്ട്രീയ പ്രവർത്തകനും ഒക്കെയായിരുന്നു. അഖില ഭാരതീയ ഹിന്ദു മഹാസഭയുടെ ഒരു സുപ്രധാന നേതാവായിരുന്നു അദ്ദേഹം. ഈ ഹിന്ദു മഹാസഭയുടെ ഉത്തരവാദിത്തപ്പെട്ട ഒരു പദവിയിൽ ഇരിക്കുന്ന സമയത്ത് തന്നെയാണ് നാസിക്കിൻ്റെ സബ് കളക്ടറായിരുന്ന ഒരു സായിപ്പിനെ വധിക്കാൻ ശ്രമിച്ചു എന്ന കുറ്റത്തിനാണ് അദ്ദേഹം ശിക്ഷിക്കപ്പെടുന്നത്. കൂടാതെ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനെതിരെ ഗൂഢാലോചന നടത്തിയെന്നുള്ള കുറ്റം. ഇങ്ങനെ 2 കുറ്റങ്ങളുടെ പേരിൽ അദ്ദേഹം തടവിലാകുന്നു. അദ്ദേഹത്തെ നാട് കടത്തുന്നു. അദ്ദേഹത്തെ ഇരട്ട ജീവപര്യന്തം ശിക്ഷിച്ച് ഈ സെല്ലുലാർ ജയിലിലേക്ക് അയക്കുന്നു. അതായത് 50 വർഷത്തെ ശിക്ഷയ്ക്കാണ് ഇങ്ങോട്ട് വിടുന്നത്. അദ്ദേഹം ആദ്യത്തെ ഒരു 6-7 മാസം ഏകാന്ത തടവായിരുന്നു. ഒരു മനുഷ്യനുമായി സമ്പർക്കമില്ലാത്ത രീതിയിൽ ഈ സെല്ലിൽ അദ്ദേഹത്തെ താമസിപ്പിച്ചിരുന്നത്. ഞാൻ ആ മുറിക്കകത്തേക്ക് കയറി ചെന്നു. അദ്ദേഹം താമസിച്ചിരുന്ന കാലത്തെ എന്ന പോലെ ആ മുറി ഇപ്പോഴും ഒരുക്കിയിട്ടിട്ടുണ്ട്. ആകപ്പാടെ വ്യത്യാസം വരുത്തിയിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു ഫോട്ടോ അവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്, ആ മുറിയിൽ വെച്ചിട്ടുണ്ടെന്നുള്ളത് മാത്രമാണ്. അദ്ദേഹത്തിന് കിടക്കാനുണ്ടായിരുന്ന ഒരു ചെറിയ കട്ടിലുണ്ട്. അതിൽ ഒരു കരിമ്പടമോ ജമുക്കാളോ മറ്റോ വിരിച്ചിരിക്കുന്നു. കൂടാതെ ഒരു പുതപ്പുണ്ട്. പിന്നെ 1-2 പാത്രങ്ങളുണ്ട്. ഇതായിരുന്നു അദ്ദേഹത്തിന് ജയിലിൽ അനുവദിച്ചിരുന്ന വസ്തുക്കൾ. ആദ്യകാലത്ത് ഇദ്ദേഹം മറ്റ് തടവുകളെ പോലെ ഇദ്ദേഹത്തെ പുറത്തിറക്കിയിരുന്നില്ല. അദ്ദേഹത്തിന് ജോലി ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. പക്ഷേ ഏകാന്തമായ ഈ തടവറയിൽ മറ്റാരുമായിട്ട് ബന്ധപ്പെടാൻ കഴിയാതെ 10 വർഷത്തോളം അദ്ദേഹത്തിനോട് താമസിക്കേണ്ടി വന്നു. അപ്പോൾ അദ്ദേഹത്തിനുള്ള ഭക്ഷണം ഇവിടേക്ക് എത്തിക്കും. 50 വർഷത്തെ തടവ് ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ആ മനുഷ്യൻ 10 വർഷത്തെ ശിക്ഷയ്ക്ക് ശേഷം ഇവിടുന്ന് അദ്ദേഹത്തെ ഇന്ത്യയിലേക്ക് തിരികെ കൊണ്ടുപോവുകയാണ്. അവിടെ രത്നഗിരിയിലെ ഒരു ജയിലിലേക്ക് പിന്നെ മാറ്റുന്നു. 1921 ശേഷം 3 വർഷത്തോളം
മഹാരാഷ്ട്രയിലെ രത്നഗിരിയിലെ ജയിലിൽ താമസിച്ചതിന് ശേഷം അദ്ദേഹത്തെ ജയിൽ മോചിതനാക്കുന്നു. അതിൻ്റെ പിന്നിൽ നടന്ന അദ്ദേഹത്തെ ജയിൽ മോചിതനാക്കാൻ അദ്ദേഹം ക്ഷമാപണം നടത്തിയെന്നും മറ്റുള്ള നിരവധി കാര്യങ്ങൾ ചരിത്രത്തിൻ്റെ ഭാഗമായി നമ്മൾ കേൾക്കുന്നുണ്ട്. അദ്ദേഹം തന്നെയാണ് പിന്നീട് ഗാന്ധിവധത്തിൻ്റെ ഒരു പ്രധാന സൂത്രധാരൻ എന്ന് അറിയപ്പെടുന്നതും. പക്ഷേ തെളിവുകളുടെ അഭാവത്തിൽ അദ്ദേഹം ശിക്ഷിക്കപ്പെട്ടില്ല. അവിടുന്ന് വീണ്ടും ഞാൻ ഇറങ്ങി നടന്നു. ഈ ടവറിലൂടെ ഞാൻ 4-ാം നിലയിലേക്ക് കയറി. അവിടെ നിന്ന് കഴിഞ്ഞാൽ അവിടുത്തെ ഏറ്റവും പ്രമുഖമായ ഹോസ്പിറ്റൽ ഒരു ഭാഗത്ത് കാണാം. ഈ ഹോസ്പിറ്റൽ ഇരുന്ന ഭാഗമൊക്കെ ഈ സെല്ലുലാർ ജയിലിൻ്റെ ഒരു ഭാഗമായിരുന്നു ഒരു കാലത്ത്. അതിൻ്റെ ഒരു ബ്ലോക്ക് അങ്ങോട്ട് നീണ്ടു കിടന്നിരുന്നു. സ്വാതന്ത്ര്യത്തിന് മുമ്പ് 1942 തകർന്നതിന് ശേഷം, കേടുപാടുകൾ സംഭവിച്ച ശേഷം ബ്രിട്ടീഷ് അധികാരികൾ തന്നെ ഈ 4 ബ്ലോക്കുകൾ പൊളിച്ചു കളഞ്ഞതിലെ ഒരു ഭാഗത്താണ് ഇന്ന് ആ പ്രമുഖമായ ഹോസ്പിറ്റൽ നിൽക്കുന്നത്. ഇവിടുത്തെ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലാണ്. പക്ഷേ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട റഫറൽ ഹോസ്പിറ്റലായിട്ട് ഇന്ന് പ്രവർത്തിക്കുന്ന ആൻഡമാനിലെ ഏറ്റവും പ്രമുഖമായ സർക്കാർ ആശുപത്രിയാണത്. കൂടാതെ കടൽ തീരം കാണാം. ഈ ടവറിലൂടെ ഞാൻ വീണ്ടും താഴേക്ക് ഇറങ്ങി തെക്കേ ബ്ലോക്കിൻ്റെ താഴത്തെ നിലയിലൂടെ ആ വരാന്തയിലൂടെ അങ്ങേയറ്റത്തേക്ക് നടന്നു. അങ്ങേയറ്റത്തേക്ക് ചെല്ലുമ്പോൾ നമ്മൾ ഏകാന്ത തടവറകളിലേക്കാണ് ചെല്ലുന്നത്. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ആളുകളെ പാർപ്പിച്ചിരുന്ന സെല്ലുകളാണ് ഈ സൗത്ത് ബ്ലോക്കിൻ്റെ താഴത്തെ നിലകളിലെല്ലാം. മറ്റൊരു മനുഷ്യരുമായി ബന്ധമില്ലാതെ, ഒരാളോട് സംസാരിക്കാനില്ലാതെ മരണം കാത്തു കഴിയുന്ന ആളുകളുടെ സെല്ലുകൾ. ആ സെല്ലുകളിൽ ഓരോന്നിലും ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ അകലെ സ്വന്തം നാട്ടിൽ സ്വന്തം ബന്ധുജനങ്ങൾ എന്തു ചെയ്യുന്നു എന്നുപോലും അറിയാതെ മരണം കാത്തു കഴിയുന്ന മനുഷ്യർ കിടന്നിരുന്ന സെല്ലുകൾ. ജനിച്ച വീട്, മാതാപിതാക്കൾ, ബന്ധുക്കൾ, ചിലർക്ക് ഭാര്യയുണ്ടാവാം, ചിലർക്ക് മക്കളുണ്ടാവാം. ഇവരെ ഒന്ന് അവസാനമായി കാണാനുള്ള യാതൊരു സാധ്യതയുമില്ല. അവർക്ക് ഇവിടെ വന്നൊന്ന് കാണാനുള്ള സാധ്യതയില്ല. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ തൂക്കിന് വിധിക്കപ്പെട്ട ഒരാൾക്ക് പോലും ബന്ധുക്കളെ അവസാനമായിട്ടൊന്ന് കാണാം. ആരെങ്കിലുമൊക്കെ കാണണമെന്ന് ആവശ്യപ്പെട്ടാൽ ആഗ്രഹങ്ങൾ നിറവേറ്റി കൊടുക്കും. ഇതൊരു സാധ്യതയുമില്ല. ബംഗാൾ ഉൾക്കടലിൻ്റെ അനന്ത നീലിമയാണ് ഈ ദ്വീപങ്ങ് കഴിഞ്ഞാൽ. എവിടെയോ ഒരിടത്ത് കിടക്കുന്ന ഇന്ത്യ എന്ന മഹാരാജ്യത്തിലെ ഏതോ ഒരു ചെറിയ ഗ്രാമത്തിൽ ബന്ധുക്കൾ ഇവിടെയോ ഉണ്ട്. ഒരു ദിവസം ഞാൻ മടങ്ങിയെത്തുമെന്നുള്ള പ്രതീക്ഷയിൽ ഭാര്യയും മക്കളും മാതാപിതാക്കളും കാത്തിരിക്കുകയായിരിക്കാം. അവിടെയാണ് ഞാനിത് അടുത്ത ദിവസം തൂക്ക് കയറിൽ തൂങ്ങാൻ പോകുന്നു എന്ന തിരിച്ചറിവോടുകൂടി ഞാൻ ഈ സെല്ലിനകത്ത് കിടക്കുന്നത്. തൂക്കിക്കൊല്ലേണ്ട ആ ദിവസം അതിരാവിലെ തന്നെ ഇവരെ വിളിച്ചുണർത്തും. എന്നിട്ട് ഇവർക്ക് ഭക്ഷണം കൊടുക്കും. പിന്നെ അവിടെ നിന്ന് ഈ സെല്ലിൽ നിന്ന് ഇറക്കി മുറ്റത്തേക്ക് കൊണ്ടുപോകും. ഈ മുറ്റത്ത് പ്രാർത്ഥിക്കാനുള്ളൊരു സ്ഥലമുണ്ട്. നിങ്ങൾക്ക് അവിടെ നിന്ന് പ്രാർത്ഥിക്കാം. അവസാനമായിട്ട് എന്താണ് പ്രാർത്ഥിക്കുക അല്ലേ? പൂജകൾ നടത്തേണ്ടവർക്ക് അത് ചെയ്യാം. അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കി കൊടുത്തിരുന്നു വിശാല മനസ്കരായ ബ്രിട്ടീഷ് സർക്കാർ. പിന്നെ അവിടെ നിന്ന് തൊട്ടടുത്തൊരു വെളുത്ത മതിലുണ്ട്. ആ മതിൽ കടന്ന് ചെല്ലുന്ന ഒരു കെട്ടിടത്തിനകത്തേക്കാണ്. ആ കെട്ടിടം തൂക്കുമരങ്ങളുടെ കെട്ടിടമാണ്, ഗാലോസ് എന്നറിയപ്പെടുന്നത്. അതിനകത്തേക്ക് കയറി ചെല്ലുമ്പോൾ 3 പേരെ ഒരേ സമയം തൂക്കാനുള്ള ഫെസിലിറ്റി അതിനകത്തുണ്ട്. തടി കൊണ്ടുള്ള ഒരു നിലമാണ് അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിൽ ആ മാർക്കിൽ 3 പേർക്ക് കയറി നിൽക്കാം. ഇവർക്ക് തലയ്ക്ക് മുകളിൽ ഒരു വലിയ ഉത്തരത്തിൽ കയറ്, തൂക്ക് കയറ്. ഈ കയറ് പ്രത്യേക രീതിയിൽ നിർമ്മിച്ചതാണ്. ഈ കയറിൻ്റെ ഒരു ഭാഗത്ത് ഒരു ഉരുക്ക് കട്ടയുണ്ട്. കഴുത്തിൽ കയർ മുറുക്കിക്കഴിഞ്ഞാൽ ഈ കട്ട ഈ നട്ടെല്ലും തലയുമായി ചേരുന്ന ഒരു ഭാഗത്ത് തൂങ്ങിക്കഴിഞ്ഞാൽ അവിടേക്ക് പ്രസ് ചെയ്യത്തക്ക പോലെ അത് ചെയ്തിരിക്കുന്നത്. അതായത് നട്ടെല്ലിൻ്റെ കശേരുവിനെ ഈ ഉരുക്ക് കട്ട പ്രസ് ചെയ്ത് മരണം എളുപ്പത്തിലാക്കുന്ന ഒരു ടെക്നോളജി. പുതിയ എന്തെല്ലാം ടെക്നോളജിയാണ് ബ്രിട്ടീഷ് സാമ്രാജ്യം ലോകത്തിന് സംഭാവന ചെയ്തത്. ഈ പലക വിരിച്ച ഈ തട്ടിൽ തടവ് പുള്ളിയെ കയറ്റി നിർത്തുന്നു. ആരാച്ചാർ കുരുക്ക് മുറുക്കുന്നു. അതിനുശേഷം ജയിലുദ്യോഗസ്ഥർ വന്ന് ഇയാളുടെ കുറ്റമെന്താണെന്നും അതിൻ്റെ ശിക്ഷ എന്താണെന്നും വായിക്കുന്നു. പിന്നെ ഒരു ഉദ്യോഗസ്ഥൻ അതിൻ്റെ ഒരു ലിവർ വലിക്കുന്നു. ലിവർ വലിക്കുമ്പോൾ ഇവർ നിൽക്കുന്ന ഈ തട്ട് താഴേക്ക് തുറന്നു പോകും. ഇങ്ങനെ ഇരിക്കുന്ന തട്ട് താഴേക്ക് അങ്ങ് തുറക്കും. ഇവർ നേരെ താഴേക്ക് പോകും, കയറിൽ തൂങ്ങിക്കിടക്കും. ഈ മുറിയുടെ അടിയിലൊരു നില കൂടിയുണ്ട്. നമുക്ക് അങ്ങോട്ട് ഗോവണി ഇറങ്ങിച്ചെല്ലാം. പലക താഴേക്ക് വീണ് തൂങ്ങിയാടുന്ന മൃതദേഹങ്ങൾ കാണാം. കുറച്ച് ചലിക്കും, പിന്നെ നിശ്ചലമാകും. മരിച്ചു എന്ന് ഉറപ്പായി കഴിഞ്ഞാൽ ഈ കയറിൽ നിന്ന് അഴിച്ച് നിലത്ത് കിടത്തും. ഡോക്ടർ വീണ്ടും പരിശോധിക്കും, മരണം ഉറപ്പുവരുത്തും. പിന്നെ അവിടെ നിന്നുള്ള സ്റ്റെപ്പ് കയറ്റി ഈ മൃതദേഹം പുറത്തേക്ക് കൊണ്ടുപോകും. ജയിലിനോടനുബന്ധമായിട്ടുള്ള ഒരു യാർഡിൽ ഈ മൃതദേഹം കൊണ്ടുപോയി സംസ്കരിക്കും. അത് അവരുടെ വിശ്വാസം അനുസരിച്ച് സംസ്കരിക്കാനുള്ള ഒരനുവാദം കൊടുത്തിരുന്നു. അങ്ങനെ 100 കണക്കിന് ആളുകൾ ഈ തൂക്കുമരത്തിൻ്റെ മുറിയിലേക്ക്
നടന്നു കയറി വരികയും പിന്നെ ഇവിടെ നിന്ന് എടുത്ത് പുറത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇതിലൂടെയൊക്കെ സഞ്ചരിക്കുമ്പോൾ നമ്മുടെ മനസ്സിലാകെ ഈ ദൃശ്യങ്ങളുണ്ടാവും. നമ്മൾ കണ്ട സിനിമകളിലൂടെ, നമ്മൾ വായിച്ച പുസ്തകങ്ങളിലൂടെ ആൻഡമാനിലെ ഈ സെല്ലുലാർ ജയിലിലെ ജീവിതം നമ്മൾ കാണുകയാണ്. ഒപ്പം അവിടെ ഓരോ സെല്ലിൽ എഴുതി വച്ചിരിക്കുന്ന ചരിത്രത്തിലൂടെ, കഥകളിലൂടെ നമ്മുടെ മനസ്സിലേക്ക് ഒരു സിനിമ പോലെ ആ ദൃശ്യങ്ങൾ കടന്നു വരികയാണ്. നാടിനു വേണ്ടി പോരാടി പേര് പോലും അറിയാതെ, ഇന്നാരും ഓർമ്മിക്കുന്നു പോലുമില്ലാതെ ജീവിതം കളഞ്ഞ വിഡ്ഢികളുടെ എത്രയോ പേരുടെ ആത്മാക്കൾ ഇന്ന് അതിലൂടെ അലഞ്ഞു നടക്കുന്നുണ്ടാവാം. നമ്മൾ ഈ വിഡ്ഢികളെന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് വേണ്ടി മരിക്കുകയും സമൂഹം യാതൊരു നന്ദിയും കാണിക്കാതെ അവരെ വിസ്മരിക്കുകയും ചെയ്യുന്നവരെ വിഡ്ഢിയെന്നല്ലേ നമ്മൾ വിളിക്കാൻ പാടുള്ളൂ. ആ കാഴ്ചകളും പകർത്തി ഇങ്ങനെ നടക്കുമ്പോഴേക്കും എൻ്റെ ഫോണിൽ ബെല്ലടിച്ചു. സ്റ്റീഫൻ കോശിയുടെയാണ്. കഴിഞ്ഞോ? ഞാൻ പറഞ്ഞു കഴിയുന്നു, ഒരു 5 മിനിറ്റിനെ ഞാൻ പുറത്തേക്ക് വരാം. അവിടുത്തെ ചിത്രീകരണം എല്ലാം അവസാനിപ്പിച്ച് പുറത്തേക്ക് നടക്കുമ്പോൾ ഒരു ഭാഗത്ത് ഒരു വലിയ സ്തംഭമുണ്ട്, ഒരു സ്മാരക സ്തംഭം. അതിൻ്റെ ചുവട്ടിൽ ഒരു ദീപം, ഒരു വിളക്ക് കത്തിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. ഒരു ജ്വാല കെടാതെ നിൽക്കുന്നു. ഇവിടെ മരിച്ച ആയിരങ്ങൾക്കുള്ള സ്മരണാഞ്ജലി. അവിടെ നിന്ന് ഞാൻ പുറത്തേക്ക് നടന്നു. മധ്യപ്രദേശ്, ആൻഡമാൻ, ലക്നൗ, ബറോഡ, നാഷിക്, ഡൽഹി, ആഗ്ര, ഗോളിയോർ. സഞ്ചാരം പെൻഡ്രൈവ് വോള്യം നമ്പർ 22. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995 444 222.